എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGU ഫസ്റ്റ് സെമസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് 6 യൂണിറ്റ് 1, 2, 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് 6 ലാസ്റ്റ് ബ്ലോക്കിലുള്ള യൂണിറ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റം നിർവചിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സാമൂഹിക മാറ്റം എന്താണെന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ ഘടനയിലും സ്ഥാപനങ്ങളിലും മൂല്യങ്ങളിലും ആചാരങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലുമുള്ള മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ഘടനയിലും സ്ഥാപനങ്ങളിലും മൂല്യങ്ങളിലും ആചാരങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലുമുള്ള മാറ്റത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റം എല്ലാ സമൂഹങ്ങളിലും സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇത് മന്ദഗതിയിലോ അതിവേഗത്തിലോ സംഭവിക്കാം. ശാസ്ത്ര സാങ്കേതിക പുരോഗതി, വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം എന്നിവ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. സാമൂഹിക മാറ്റത്തിന് ഉദാഹരണമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം, ഡിജിറ്റൽ ബാങ്കിങ്, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം. ഇതാണ് സാമൂഹിക മാറ്റം നിർവചിച്ച് വിശദീകരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്: സാർവത്രികമാണ്, തുടർച്ചയായ പ്രക്രിയയാണ്, വേഗത വ്യത്യാസപ്പെടുന്നു, ആസൂത്രിതവും ആസൂത്രിതമല്ലാത്തതുമായ മാറ്റം, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിക്കുന്നു, സാമൂഹിക പുരോഗതിക്ക് സഹായകമാണ്. സാർവത്രികമാണ്, തുടർച്ചയായ പ്രക്രിയയാണ്, വേഗത വ്യത്യാസപ്പെടും, ആസൂത്രിതവും ആസൂത്രിതവുമല്ലാത്തതുമായ മാറ്റം, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിക്കുന്നു, സാമൂഹിക പുരോഗതിക്ക് സഹായകമാണ് എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങളാണ് സാങ്കേതിക ഘടകങ്ങൾ, സാംസ്കാരിക ഘടകങ്ങൾ, ജനസംഖ്യാപരമായ ഘടകങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ, രാഷ്ട്രീയ ഘടകങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയാണ് സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ സാങ്കേതിക ഘടകങ്ങൾ എങ്ങനെയാണ് സാമൂഹിക മാറ്റത്തിന് ബാധിക്കുന്നത് നോക്കാം. സാങ്കേതിക ഘടകങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നു. ഉദാഹരണം ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നിവയാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. അടുത്തതാണ് സാംസ്കാരിക ഘടകങ്ങൾ. പുതിയ ആശയങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. അപ്പോൾ സാംസ്കാരിക ഘടകങ്ങൾ എന്താണ്? പുതിയ ആശയങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. ജനസംഖ്യാപരമായ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിലെ വർധന, കുടിയേറ്റം, ജനന മരണ നിരക്ക് എന്നിവ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ജനസംഖ്യയിലെ വർധന, കുടിയേറ്റം, ജനന മരണ നിരക്ക് എന്നിവ സമൂഹത്തെ സ്വാധീനിക്കുന്നു. സാമ്പത്തിക ഘടകങ്ങളുള്ളതാണ് വ്യവസായവൽക്കരണം, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക വളർച്ച എന്നിവ മാറ്റത്തിന് കാരണമാകുന്നു. വ്യവസായവൽക്കരണം, തൊഴിലവസരങ്ങൾ, സാമ്പത്തിക വളർച്ച എന്നിവ മാറ്റത്തിന് കാരണമാകുന്നു. അടുത്തതാണ് രാഷ്ട്രീയ ഘടകങ്ങളാണ്. പുതിയ നിയമങ്ങൾ, സർക്കാർ നയങ്ങൾ, ജനാധിപത്യം എന്നിവ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നു. പുതിയ നിയമങ്ങൾ, സർക്കാർ നയങ്ങൾ, ജനാധിപത്യം എന്നിവ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നു. വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം പുതിയ അറിവും ചിന്താശൈലിയും വളർത്തി സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇതാണ് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അതായത് സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് ടെക്നോളജി ഇൻ സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിന് സാങ്കേതിക വിദ്യയുടെ പങ്ക് വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാങ്കേതിക വിദ്യയുടെ പങ്കാണ് പറയാനായിട്ട് പോകുന്നത്. ആശയവിനിമയം വേഗത്തിലാക്കി, വിദ്യാഭ്യാസ രംഗത്ത് ഓൺലൈൻ പഠനം സാധ്യമാക്കി, കൃഷി, വ്യവസായം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കി, തൊഴിൽ രീതികളിൽ മാറ്റം വരുത്തി, ഡിജിറ്റൽ ബാങ്കിങ്, ഓൺലൈൻ സേവനങ്ങൾ വ്യാപകമാക്കി, ആഗോളവൽക്കരണത്തിന് സഹായകമായി.
അപ്പോൾ സാങ്കേതിക വിദ്യയുടെ പങ്കാണ് ആശയവിനിമയം വേഗത്തിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് ഓൺലൈൻ പഠനം സാധ്യമാക്കി, കൃഷി, വ്യവസായം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കി, തൊഴിൽ രീതികളിൽ മാറ്റം വരുത്തി, ഡിജിറ്റൽ ബാങ്കിംഗ്, ഓൺലൈൻ സേവനങ്ങൾ വ്യാപകമാക്കി, ആഗോളവൽക്കരണത്തിന് സഹായകമായി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? അറിവും അവബോധവും വർദ്ധിപ്പിക്കുന്നു, സാമൂഹിക സമത്വം പ്രോത്സാഹിപ്പിക്കുന്നു, സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു, സാമൂഹിക ചലനാത്മക വർദ്ധിപ്പിക്കുന്നു, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുറയ്ക്കുന്നു, ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്നു, സാങ്കേതിക പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് സാമൂഹിക മാറ്റത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. സാമൂഹിക മാറ്റത്തിൻ്റെ പ്രസക്തിയാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. സമൂഹത്തിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും സ്വീകരിക്കാൻ സഹായിക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു, സമത്വവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നു, വിദ്യാഭ്യാസം, ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ എന്നിവയുടെ വികസനത്തിന് സഹായകമാണ്, ആധുനിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സാമൂഹിക മാറ്റത്തിൻ്റെ പ്രസക്തി. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. സമൂഹത്തിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും സ്വീകരിക്കാൻ സഹായിക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു, സമത്വവും സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നു, വിദ്യാഭ്യാസം, ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ എന്നിവയുടെ വികസനത്തിന് സഹായകമാണ്, ആധുനിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് why social change universal. സാമൂഹിക മാറ്റം സർവ്വസാധാരണമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ആണ് സാമൂഹിക മാറ്റം സർവ്വസാധാരണമാണ് എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും കാലക്രമേണ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാലാണ്. ഒരു സമൂഹം മാറ്റമില്ലാതെ നിലനിൽക്കുന്നില്ല. സംസ്കാരം, സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കുടുംബം തുടങ്ങിയ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളാണ് അടുത്തത് പറയുന്നത്. എല്ലാ സമൂഹങ്ങളും കാലത്തിനനുസരിച്ച് മാറുന്നു. ശാസ്ത്ര സാങ്കേതിക പുരോഗതി പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. വിദ്യാഭ്യാസ, നഗരവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ജനസംഖ്യയിലെയും സംസ്കാരത്തിലെയും മാറ്റങ്ങൾ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. അതിനാൽ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും സാമൂഹിക മാറ്റം അനിവാര്യമായി സംഭവിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹിക മാറ്റം ഒരു സർവ്വസാധാരണമാരോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങളിൽ എഴുതി കൊടുക്കുന്നത് എല്ലാ സമൂഹങ്ങളും കാലത്തിനനുസരിച്ച് മാറുന്നു. ശാസ്ത്ര സാങ്കേതിക പുരോഗതി പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. വിദ്യാഭ്യാസം, നഗരവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ജനസംഖ്യയിലെയും സംസ്കാരത്തിലെയും മാറ്റങ്ങൾ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. അതിനാൽ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും സാമൂഹിക മാറ്റം അനിവാര്യമായി സംഭവിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് സോഷ്യൽ പ്രോഗ്രസ്. സാമൂഹിക പുരോഗതി വിശദീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സാമൂഹിക പുരോഗതി എന്താണെന്ന് എഴുതണം. അതേപോലെ തന്നെ സാമൂഹിക പുരോഗതിയുടെ സവിശേഷതകൾ, സാമൂഹിക പുരോഗതിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് എഴുതണം. സാമൂഹിക പുരോഗതിയുടെ പ്രാധാന്യം, ഇത്രയും കാര്യങ്ങളാണ് ഇത് ഡിസ്ക്രൈബ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പം എന്താണ് സാമൂഹിക പുരോഗതി? സമൂഹത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകുന്ന ഗുണപരമായ പുരോഗതിയെയാണ് സാമൂഹിക പുരോഗതി എന്ന് പറയുന്നത്. ഈ സാമൂഹിക പുരോഗതിയുടെ സവിശേഷതകളാണ് സമൂഹത്തിൽ ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്നു, ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കുന്നു, തുടർച്ചയായ ഒരു പ്രക്രിയയാണ്, സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഈ സാമൂഹിക പുരോഗതിക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, സാമ്പത്തിക വികസനം, ജനാധിപത്യം, സാമൂഹിക പരിഷ്കരണങ്ങൾ, സർക്കാർ നയങ്ങളും പദ്ധതികളുമാണ് സാമൂഹിക പുരോഗതിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. ഈ സാമൂഹിക പുരോഗതിയുടെ പ്രാധാന്യം എന്താണ്? ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു, ദാരിദ്ര്യവും അസമത്വവും കുറയ്ക്കുന്നു, സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നു, സമാധാനവും സാമൂഹിക ഐക്യവും വളർത്തുന്നു, രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് സഹായിക്കുന്നു. ഇതാണ് സാമൂഹിക പുരോഗതിയുടെ പ്രാധാന്യം ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. പിന്നെ LT ഹൗസിന്റെ
ഹോബ്ഹൗസിന്റെ നിർവചനം, സാമൂഹിക പുരോഗതിക്കുള്ള നിർവചനം എന്താണെന്നും കൂടെ എഴുതണം. മനുഷ്യരുടെ ക്ഷേമവും സാമൂഹിക നീതിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹിക വികസനമാണ് സാമൂഹിക പുരോഗതി എന്നാണ് LT ഹോബ്ഹൗസിന്റെ നിർവചനം. സാമൂഹിക പുരോഗതിക്കുള്ള നിർവചനം LT ഹോബ്ഹൗസിന്റെ മനുഷ്യരുടെ ക്ഷേമവും സാമൂഹിക നീതിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹിക വികസനമാണ് സാമൂഹിക പുരോഗതി എന്നുള്ളതാണ് നിർവചനം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് പ്രോഗ്രസ്. പുരോഗതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്തൊക്കെയാണ്? പുരോഗതി ഗുണപരമായ മാറ്റമാണ്, ലക്ഷ്യബോധമുള്ളതാണ്, മനുഷ്യക്ഷേമം ലക്ഷ്യമാക്കുന്നു, മൂല്യാധിഷ്ഠിതമാണ്, തുടർച്ചയായ പ്രക്രിയയാണ്, സാർവത്രികമല്ല, ആസൂത്രിതവും ബോധപൂർവവുമാണ്. അപ്പം എന്താണ് പുരോഗതിയുടെ സവിശേഷതകൾ? എസെൻഷ്യൽ ഫീച്ചർ ഓഫ് പ്രോഗ്രസ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് പുരോഗതി ഗുണപരമായ മാറ്റമാണ്, ലക്ഷ്യബോധമുള്ളതാണ്, മനുഷ്യക്ഷേമം ലക്ഷ്യമാക്കുന്നു, മൂല്യാധിഷ്ഠിതമാണ്, തുടർച്ചയായ പ്രക്രിയയാണ്, സാർവത്രികമല്ല, ആസൂത്രിതവും ബോധപൂർവവുമാണ്. ഇതാണ് എന്താണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് പ്രോഗ്രസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എഴുതേണ്ടത്. അടുത്തതാണ് റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റവും സാമൂഹിക പുരോഗതിയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറയുന്നത്. സാമൂഹിക മാറ്റം എന്നത് സമൂഹത്തിൽ സംഭവിക്കുന്ന ഏത് തരത്തിലുള്ള മാറ്റവുമാണ്. സാമൂഹിക പുരോഗതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സംഭവിക്കുന്ന ഗുണപരവും അഭിലാഷണീയവുമായ മാറ്റമാണ്. സാമൂഹിക മാറ്റം നല്ലതോ മോശമോ ആവാം. സാമൂഹിക പുരോഗതി എപ്പോഴും നല്ലതും അനുകൂലവുമാണ്. സാമൂഹിക മാറ്റം സാമൂഹിക ബന്ധങ്ങൾ, സ്ഥാപനങ്ങൾ, മൂല്യങ്ങൾ എന്നിവയിൽ മാറ്റം വരുന്നു. സാമൂഹിക പുരോഗതി ജനങ്ങളുടെ ക്ഷേമം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. സാമൂഹിക മാറ്റത്തിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടാകണമെന്നില്ല. സാമൂഹിക പുരോഗതിക്ക് വ്യക്തമായ ലക്ഷ്യവും ദിശയും ഉണ്ട്. എല്ലാ സാമൂഹിക മാറ്റങ്ങളെയും എല്ലാ സാമൂഹിക മാറ്റങ്ങളും പുരോഗതിയാകണമെന്നില്ല. പക്ഷെ എല്ലാ സാമൂഹിക പുരോഗതിയും ഒരു സാമൂഹിക മാറ്റമാണ്. ഇതാണ് സാമൂഹിക മാറ്റവും സാമൂഹിക പുരോഗതിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ പറയുകയാണെങ്കിൽ എഴുതേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് 6 യൂണിറ്റ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദി തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. പ്രധാന സാമൂഹിക മാറ്റ സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ് എഴുതാനായിട്ട് പറയുന്നത്. അപ്പോൾ പ്രധാന സാമൂഹിക മാറ്റ സിദ്ധാന്തങ്ങളാണ് പരിണാമ സിദ്ധാന്തം, രേഖീയ സിദ്ധാന്തം, ചാക്രിക സിദ്ധാന്തം, വ്യാപന സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി തിയറി, രേഖീയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ലീനിയർ തിയറി, ചാക്രിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സൈക്ലിക് തിയറി, വ്യാപന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ തിയറിയാണ്. ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ്. പരിണാമ സിദ്ധാന്തം സമൂഹം ഘട്ടം ഘട്ടമായി വികസിക്കുകയും ഓരോ ഘട്ടവും മുൻഘട്ടത്തേക്കാൾ കൂടുതൽ പുരോഗമിച്ചതായിരിക്കുകയും ചെയ്യുന്നു എന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ പരിണാമ സിദ്ധാന്തം എന്താണ് പറയുന്നത്? പരിണാമ സിദ്ധാന്തം സമൂഹം ഘട്ടം ഘട്ടമായി വികസിക്കുകയും ഓരോ ഘട്ടവും മുൻഘട്ടത്തേക്കാൾ കൂടുതൽ പുരോഗമിച്ചതായിരിക്കുകയും ചെയ്യുന്നു എന്ന് വിശദീകരിക്കുന്നു. ഇതിന്റെ പ്രധാന ആശയങ്ങളാണ്: സമൂഹം ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് വികസിക്കുന്നു. സാമൂഹിക മാറ്റം ക്രമേണ സംഭവിക്കുന്നു. വികസനം തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഓരോ ഘട്ടവും മുൻഘട്ടത്തേക്കാൾ കൂടുതൽ വികസിതമാണ്. അപ്പോൾ വികസനം തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഓരോ ഘട്ടവും മുൻഘട്ടത്തേക്കാൾ കൂടുതൽ വികസിതമാണ്. പരിണാമ സിദ്ധാന്തത്തിനുള്ള ഉദാഹരണങ്ങളാണ് ആദിമ സമൂഹത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്കുള്ള മാറ്റം, കൃഷി സമൂഹത്തിൽ നിന്ന് വ്യവസായ സമൂഹത്തിലേക്കുള്ള മാറ്റം. അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാക്രിക സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ്. ചാക്രിക സിദ്ധാന്തം എന്നാണ് പറയുന്നത്? സമൂഹത്തിന്റെ വികസനം നേർരേഖയിലല്ല, മറിച്ച് ചക്രാകൃതിയിലാണെന്നാണ് ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. അപ്പം ചാക്രിക സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്ലിക് തിയറി പറയുന്നത് സമൂഹത്തിന്റെ വികസനം നേർരേഖയിലല്ല, മറിച്ച് ചക്രാകൃതിയിലാണെന്നാണ് ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നത്. ഇതിന്റെ പ്രധാന ആശയമാണ് സാമൂഹിക മാറ്റം ചക്രാകൃതിയിൽ സംഭവിക്കുന്നു. എല്ലാ സമൂഹങ്ങൾക്കും ഒരു ജീവിത ചക്രമുണ്ട്. വളർച്ചയ്ക്ക് ശേഷം അധപതനം അനിവാര്യമാണ്. ഒരു നാഗരികതയുടെ പതനത്തിനു ശേഷം മറ്റൊരു നാഗരികത ഉയർന്നു വന്നു. അപ്പൊ സാമൂഹിക മാറ്റം ചക്രാകൃതിയിൽ സംഭവിക്കുന്നു. എല്ലാ സമൂഹങ്ങൾക്കും ജീവിത ചക്രമുണ്ട്. വളർച്ചയ്ക്കു ശേഷം അധപതനം അനിവാര്യമാണ്. ഒരു നാഗരികതയുടെ പതനത്തിന് ശേഷം മറ്റൊരു നാഗരികത ഉയർന്നു വന്നു.
ഇതിനുള്ള ഉദാഹരണമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ഉയർച്ചയും പതനവും, സിന്ധു നദീതട നാഗരികതയുടെ വളർച്ചയും തകർച്ചയുമാണ് സൈക്ലിക് തിയറി, ചാക്രിക സിദ്ധാന്തത്തിന്റെ ഉദാഹരണങ്ങൾ. ഇനി അടുത്തത് പറയുന്നത് ലീനിയർ തിയറി അല്ലെങ്കിൽ രേഖീയ സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ്. രേഖീയ സിദ്ധാന്തം അനുസരിച്ച് സാമൂഹിക മാറ്റം ഒരു ദിശയിലേക്കുള്ള തുടർച്ചയായ പുരോഗതിയാണ്. അപ്പൊ രേഖീയ സിദ്ധാന്തം അനുസരിച്ച് സാമൂഹിക മാറ്റം ഒരു ദിശയിലേക്കുള്ള തുടർച്ചയായ പുരോഗതിയാണ്. ഇതിന്റെ പ്രധാന ആശയങ്ങളാണ്: സാമൂഹിക മാറ്റം ഒരേ ദിശയിലേക്കാണ്, സമൂഹം ക്രമേണ ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് വികസിക്കുന്നു, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം എന്നിവ സാമൂഹിക മാറ്റത്തിന് പ്രചോദനമാകുന്നു. സാമൂഹിക മാറ്റം സാധാരണയായി പുരോഗതിയിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാന ആശയങ്ങളാണ്, രേഖീയ സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയങ്ങളാണ്: സാമൂഹിക മാറ്റം ഒരേ ദിശയിലേക്കാണ്, സമൂഹം ക്രമേണ ലളിതമായ അവസ്ഥയിൽ നിന്ന് സങ്കീർണമായ അവസ്ഥയിലേക്ക് വികസിക്കുന്നു, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം എന്നിവ സാമൂഹിക മാറ്റത്തിന് പ്രചോദനമാകുന്നു, സാമൂഹിക മാറ്റം സാധാരണയായി പുരോഗതിയിലേക്കാണ് നയിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് കാളവണ്ടിയിൽ നിന്നും കാറിലേക്കും അതിവേഗ ട്രെയിനിലേക്കുമുള്ള ഗതാഗത വികസനം, കത്തുകളിൽ നിന്ന് ഇമെയിലിലേക്കും മൊബൈൽ ആശയവിനിമയത്തിലേക്കും ഉണ്ടായ മാറ്റം. ഇപ്പൊ കാളവണ്ടിയിൽ നിന്ന് കാറിലേക്കും അതിവേഗ ട്രെയിനിലേക്കുമുള്ള ഗതാഗത വികസനം, കത്തുകളിൽ നിന്ന് ഇമെയിലിലേക്കും മൊബൈൽ ആശയവിനിമയത്തിലേക്കും ഉണ്ടായ മാറ്റമാണ് രേഖീയ സിദ്ധാന്തത്തിലുള്ള ഉദാഹരണങ്ങൾ. അടുത്തത് പറയാനായിട്ട് പോകുന്നത് ഡിഫ്യൂഷൻ തിയറി അല്ലെങ്കിൽ വ്യാപന സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയങ്ങളാണ്. അപ്പൊ ഇതെന്താണ്? ഒരു സമൂഹത്തിലെ സംസ്കാരം, ആശയങ്ങൾ, ആചാരങ്ങൾ, സാങ്കേതിക വിദ്യ, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് വ്യാപനം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലെ സംസ്കാരം, ആശയങ്ങൾ, ആചാരങ്ങൾ, സാങ്കേതിക വിദ്യ, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് വ്യാപനം എന്ന് പറയുന്നത്. വ്യാപന സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയങ്ങളാണ്: സംസ്കാരങ്ങൾ പരസ്പരം സ്വാധീനിക്കുന്നു, പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നു, വ്യാപനം സാമൂഹിക മാറ്റത്തിന് പ്രധാന കാരണമാകുന്നു, ആശയവിനിമയം, വ്യാപാരം, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിവ വ്യാപനത്തെ സഹായിക്കുന്നു. അപ്പൊ സംസ്കാരങ്ങൾ പരസ്പരം സ്വാധീനിക്കുന്നു, പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നു, വ്യാപനം സാമൂഹിക മാറ്റത്തിന് പ്രധാന കാരണമാകുന്നു, ആശയവിനിമയം, വ്യാപാരം, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിവ വ്യാപനത്തെ സഹായിക്കുന്നു. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും വ്യാപനം, പാശ്ചാത്യ വസ്ത്രധാരണ രീതിയുടെ പ്രചാരം, ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനമാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വിൽഫ്രെഡോ പാരറ്റോസ് തിയറി ഓഫ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്. എക്സ്പ്ലെയിൻ വിൽഫ്രെഡോ പാരറ്റോ, അതായത് വിൽഫ്രെഡോ പാരറ്റോയുടെ അഭിജാത വർഗ സംക്രമണ സിദ്ധാന്തത്തെ കുറിച്ച് വിശദീകരിക്കാനാണ് പറയുന്നത്. വിൽഫ്രെഡോ പാരറ്റോ ഒരു ഇറ്റാലിയൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു. സമൂഹത്തിൽ അധികാരമുള്ളവർ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പം വിൽഫ്രെഡോ പാരറ്റോ ഒരു ഇറ്റാലിയൻ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു. സമൂഹത്തിൽ അധികാരമുള്ളവർ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും ഒരു അഭിജാത വർഗ അധികാരം കൈവശം വഹിക്കുന്നു. കാലക്രമേണ പഴയ അഭിജാത വർഗത്തിന്റെ സ്ഥാനം പുതിയ അഭിജാത വർഗം ഏറ്റെടുക്കുന്നു. ഈ തുടർച്ചയായ അധികാരമാറ്റത്തെയാണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എല്ലാ സമൂഹങ്ങളിലും ഒരു അഭിജാത വർഗം അധികാരം കൈവശം വെക്കുന്നു. കാലക്രമേണ അഭിജാത വർഗത്തിന്റെ സ്ഥാനം പുതിയ അഭിജാത വർഗം ഏറ്റെടുക്കുന്നു. ഈ തുടർച്ചയായ അധികാരമാറ്റത്തെയാണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രാധാന്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അധികാരം സ്ഥിരമായ ഒരേ വിഭാഗത്തിന്റെ കയ്യിൽ നിലനിൽക്കില്ല. പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നത് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. സമൂഹത്തിൽ തുടർച്ചയായ മാറ്റം സംഭവിക്കുന്നു. അധികാരം സ്ഥിരമായ ഒരേ വിഭാഗത്തിന്റെ കയ്യിൽ നിലനിൽക്കില്ല. പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നത് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു. സമൂഹത്തിൽ തുടർച്ചയായ മാറ്റം സംഭവിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അർണോൾഡ് ജെ ടോയിൻപി ചലഞ്ചസ് ആൻഡ് റെസ്പോൺസ് തിയറി. അതായത് അർണോൾഡ് ജെ ടോയിൻപി വെല്ലുവിളിയും പ്രതികരണത്തിനെ കുറിച്ചിട്ട്
നോട്ട് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? അർണോൾഡ് ജെ ടോയിൻബി ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്നു. സാമൂഹിക മാറ്റത്തെ വിശദീകരിക്കാൻ അദ്ദേഹം ചലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറി അവതരിപ്പിച്ചു. ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ആണ് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നത്. ഒരു സമൂഹം വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ടാൽ അത് വളർച്ച കൈവരിക്കും. വെല്ലുവിളികളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടാൽ സമൂഹം അധപതിക്കും. അപ്പം എന്താണ്? സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നത്. ഒരു സമൂഹം വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ടാൽ അത് വളർച്ച കൈവരിക്കും. വെല്ലുവിളികളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടാൽ സമൂഹം അധപതിക്കും. വെല്ലുവിളികളുടെ ഉദാഹരണങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, സാമൂഹിക പ്രശ്നങ്ങളാണ് വെല്ലുവിളികൾക്കുള്ള ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സോഷ്യൽ മൊബിലിറ്റി. സാമൂഹിക ചലനാത്മകത നിർവചിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയോ കുടുംബമോ ഒരു സാമൂഹിക സ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സാമൂഹിക സ്ഥാനത്തേക്ക് മാറുന്നതിനെയാണ് സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോ കുടുംബമോ ഒരു സാമൂഹിക സ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സാമൂഹിക സ്ഥാനത്തേക്ക് മാറുന്നതിനെയാണ് സാമൂഹിക ചലനാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് അബൌട്ട് ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. സാമൂഹിക ചലനാത്മകതയുടെ വിവിധ തരങ്ങൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ഹൊറിസോണ്ടൽ മൊബിലിറ്റി, വെർട്ടിക്കൽ മൊബിലിറ്റി, അപ്വേർഡ് മൊബിലിറ്റി, ഡൗൺവേർഡ് മൊബിലിറ്റി, അതേപോലെ തന്നെ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി, സ്ട്രക്ചറൽ മൊബിലിറ്റി ആണ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഹൊറിസോണ്ടൽ മൊബിലിറ്റി, തിരശ്ചീന ചലനാത്മകത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരേ സാമൂഹിക പദവിയിലുള്ള ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തിലേക്ക് മാറുന്നതിനെയാണ് തിരശ്ചീന ചലനാത്മകത എന്ന് പറയുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകൻ മറ്റൊരു സർക്കാർ സ്കൂളിലേക്ക് മാറുന്നതാണ് ഇതിനുള്ള ഉദാഹരണം. അടുത്തതാണ് ലംബ ചലനാത്മകത. വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാമൂഹിക പദവിയിൽ ഉയർച്ചയോ താഴ്ചയോ സംഭവിക്കുന്നതിനെയാണ് ലംബ ചലനാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ ലംബ ചലനാത്മകത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാമൂഹിക പദവിയിൽ ഉയർച്ചയോ താഴ്ചയോ സംഭവിക്കുന്നതിനെയാണ് ലംബ ചലനാത്മകത എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. അപ്വേർഡ് മൊബിലിറ്റി ആൻഡ് ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് തരം തിരിച്ചിട്ടുണ്ട്. ഇതിൽ അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ താഴ്ന്ന സാമൂഹിക സ്ഥാനത്ത് നിന്ന് ഉയർന്ന സാമൂഹിക സ്ഥാനത്തിലേക്ക് മാറുന്നതിനെയാണ് അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഒരു ക്ലർക്ക് മാനേജർ ആകുന്നതാണ് ഇതിന് ഉദാഹരണം. അല്ലെങ്കിൽ എന്താണ്? ഒരു കർഷകന്റെ മകൻ ഡോക്ടർ ആകുന്നത്. അതൊക്കെയാണ് അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് താഴോട്ടുള്ള ചലനാത്മകത. ഡൗൺവേർഡ് ചലനാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന സാമൂഹിക സ്ഥാനത്ത് നിന്ന് താഴ്ന്ന സാമൂഹിക സ്ഥാനത്തേക്ക് മാറുന്നതിനെയാണ് ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന സാമൂഹിക സ്ഥാനത്ത് നിന്ന് താഴ്ന്ന സാമൂഹിക സ്ഥാനത്തിലേക്ക് മാറുന്നതിനെയാണ് ഡൗൺവേർഡ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഒരു ഉദ്യോഗസ്ഥന് ജോലി നഷ്ടപ്പെടുന്നതാണ് ഇതിനുള്ള ഉദാഹരണം. അടുത്താണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. തലമുറകൾക്കുള്ളിലുള്ള ചലനാത്മകത എന്ന് പറഞ്ഞാൽ ഒരേ വ്യക്തിയുടെ ജീവിതകാലത്തിനുള്ളിൽ സാമൂഹിക സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഒരേ വ്യക്തിയുടെ ജീവിതകാലത്തിനുള്ളിൽ സാമൂഹിക സ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു ക്ലർക്ക് പ്രൊമോഷൻ ലഭിച്ച് ഓഫീസർ ആകുന്നത്, ഒരു അധ്യാപകൻ പ്രിൻസിപ്പൽ ആകുന്നതാണ് ഇതിനുള്ള ഉദാഹരണം. അടുത്തതാണ് സ്ട്രക്ചറൽ മൊബിലിറ്റി. ഘടനാപരമായ ചലനാത്മകത. സമൂഹത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം നിരവധി ആളുകളുടെ സാമൂഹിക സ്ഥാനം മാറുന്നതിനെയാണ് സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം നിരവധി ആളുകളുടെ സാമൂഹിക സ്ഥാനം മാറുന്നതിനെയാണ് സ്ട്രക്ചറൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചതിലൂടെ നിരവധി ആളുകളുടെ സാമൂഹിക സ്ഥാനം ഉയരുന്നത്. പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചതിലൂടെ നിരവധി ആളുകളുടെ സാമൂഹിക സ്ഥാനം ഉയരുന്നതാണ് ഇതിനുള്ള ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റി. സാമൂഹിക ചലനാത്മകതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക സ്ഥിതി, വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, സർക്കാർ നയങ്ങൾ, പിന്നെ കുടിയേറ്റം. ഇത്രയും കാര്യങ്ങളാണ്
എന്ത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ വിദ്യാഭ്യാസം എങ്ങനെയാണ്? സാമൂഹിക ചലനാത്മകതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് വിദ്യാഭ്യാസം. മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നവർക്ക് നല്ല തൊഴിലും ഉയർന്ന വരുമാനവും ലഭിക്കുന്നു. ഇതിലൂടെ സാമൂഹിക പദവി ഉയരുന്നു. ഈ തൊഴിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ തൊഴിൽ സമൂഹത്തിലെ സ്ഥാനത്തെ സ്വാധീനിക്കുന്നു. പ്രൊമോഷൻ, മികച്ച ജോലി, ഉയർന്ന ശമ്പളം എന്നിവ സാമൂഹിക ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. അടുത്തതാണ് സാമ്പത്തിക സ്ഥിതി. ഉയർന്ന വരുമാനവും സാമ്പത്തിക സുരക്ഷയും വ്യക്തിയുടെ സാമൂഹിക സ്ഥാനം മെച്ചപ്പെടുത്തുന്നു. ദാരിദ്ര്യം സാമൂഹിക ചലനാത്മകതയെ തടസ്സപ്പെടുത്താം. അടുത്തതാണ് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും. പുതിയ വ്യവസായങ്ങളും നഗരങ്ങളുടെ വളർച്ചയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ആളുകളുടെ ഉയർന്ന സാമൂഹിക സ്ഥാനങ്ങൾ നേടാൻ സഹായിക്കുന്നു. അടുത്തതാണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി. പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നു. ആളുകൾക്ക് മികച്ച തൊഴിൽ വരുമാനവും ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഈ സർക്കാർ നയങ്ങൾ എങ്ങനെയാണ്? സംവരണം, സ്കോളർഷിപ്പുകൾ, വിദ്യാഭ്യാസ തൊഴിൽ പദ്ധതികൾ എന്നിവ പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക ഉയർച്ചയ്ക്ക് സഹായകമാകുന്നു. കുടിയേറ്റം. അടുത്തതാണ് കുടിയേറ്റം. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ കുടിയേറുന്നത് മികച്ച തൊഴിലും വരുമാനവും നേടാൻ സഹായിക്കുന്നു. ഇതുവഴി സാമൂഹിക സ്ഥാനം ഉയരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോഷ്യൽ മൊബിലിറ്റി എന്നുള്ളത്. അടുത്തതാണ് സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇന്ത്യ. സോഷ്യൽ മൊബിലിറ്റി ഇൻ ഇന്ത്യ ചോദിച്ചാൽ അതായത് ഇന്ത്യയിലെ ചലനാത്മകതയെക്കുറിച്ച് വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, സാമ്പത്തിക വികസനം, സർക്കാർ നയങ്ങൾ എന്നിവയുടെ ഫലമായി സാമൂഹിക ചലനാത്മകത വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതിനുള്ള സാമൂഹിക ചലനാത്മകതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, സർക്കാർ നയങ്ങൾ, സാമ്പത്തിക വികസനം, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, കുടിയേറ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് പോസിറ്റീവ് കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റിന്റെ അനുകൂല ഫലങ്ങൾ, പോസിറ്റീവ് കോൺസിക്വൻസസ് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ലഭിക്കുന്നു, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം, കഴിവുകളുടെ വികസനം, സാമൂഹിക ഐക്യം, ദാരിദ്ര്യം കുറയുന്നു. അടുത്തതാണ് ഡിസ്കസ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് മൊബിലിറ്റി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ് മാനസിക സമ്മർദ്ദം, കുടുംബ ബന്ധങ്ങളുടെ ദുർബലത, സാമൂഹിക ഒറ്റപ്പെടൽ, സാംസ്കാരിക സംഘർഷം, മത്സരം വർദ്ധിക്കുന്നു, അസമത്വം തുടരാം, അസുരക്ഷിതത്വം. ഇതാണ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് മൊബിലിറ്റി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കോടെ എക്സാം പാസ്സാവാൻ കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.